കേരളത്തിൽ ഗാർഹിക പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കോട്ടയം കുമാരനെല്ലൂരിൽ 39 വയസ്സുകാരിയായ യുവതിയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു. രമ്യ മോഹൻ എന്ന യുവതിയാണ് ഭർത്താവായ ജെയിൻ ശ്രീധരന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ യുവതി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ യുവതിയുടെ പരാതിയിന്മേൽ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയായ ജെയിൻ ഒളിവിലാണ്. വർഷങ്ങളായി താൻ ഈ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്ന് രമ്യ മോഹൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. 3 മക്കളടങ്ങിയ തങ്ങളുടെ കുടുംബത്തിൽ മക്കളെ പോലും ഭർത്താവ് ഉപദ്രവിക്കുമായിരുന്നുവെന്നും മർദ്ദനം സഹിക്കാതെ വന്നപ്പോൾ പലപ്പോഴും നിയമസഹായം തേടിയിട്ടുണ്ടെങ്കിലും ഭീഷണി കാരണം പിന്മാറേണ്ടി വന്നുവെന്നും രമ്യയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ശനിയാഴ്ച രാത്രിയാണ് ഈ അവസാനത്തെ സംഭവം അരങ്ങേറിയത്. മർദ്ദനം തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഭർത്താവ് പതിവില്ലാത്ത സ്നേഹപ്രകടനത്തിലായിരുന്നുവെന്ന് രമ്യ മോഹൻ പറയുന്നു. ഈ സ്നേഹപ്രകടനത്തിന് പിന്നിൽ ഒളിഞ്ഞിരുന്നത് വലിയൊരു ചതിയായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞത് പിന്നീടാണ്. പൊന്നെ മോളെ എന്നെല്ലാം വിളിച്ചായിരുന്നു സ്നേഹപ്രകടനം. സംഭവ ദിവസം എന്നെ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം വാങ്ങി തന്നു. വൈകുന്നേരമായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വിളിച്ചു. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷമാണ് മർദ്ദനം തുടങ്ങിയത്. രമ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ഭർത്താവിന്റെ ഈ മാറ്റം അസാധാരണമായി തോന്നിയെങ്കിലും അദ്ദേഹം നേർവഴിക്ക് വരുന്നുവെന്ന പ്രതീക്ഷയിൽ യുവതി കൂടുതൽ ചിന്തിക്കാൻ തയ്യാറായില്ല. വീട്ടിലെത്തിയ ഉടൻ തന്നെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് മർദ്ദനം ആരംഭിച്ചത്. ആദ്യം ചെവിക്കല്ലിനടിച്ചു, തലയെല്ലാം ഭിത്തിയിലിട്ട് ഇടിച്ചു, മുഖമെല്ലാം ഇടിച്ചു പൊട്ടിച്ചു എന്ന രമ്യയുടെ വാക്കുകൾ കേട്ട കേരള സമൂഹം നടുങ്ങിയിരിക്കുകയാണ്. ഒരു ഭീകര സിനിമയിലെ രംഗങ്ങൾക്ക് സമാനമായ ക്രൂരതയാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് അവർ പറയും. മർദ്ദനത്തിനിടെ ഭർത്താവ് ഉന്നയിച്ച ചില ആവശ്യങ്ങളാണ് ഈ പീഡനത്തിന്റെ യഥാർത്ഥ കാരണം സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. ഇന്നേ വരെയുള്ള എല്ലാ കേസുകളും നമ്മൾ കെട്ടിച്ചമച്ചതാണ്. അയാൾ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം നമ്മൾ തന്നെ കൃത്രിമമായി ചെയ്തതാണ്. ഇന്നേ വരെയുള്ള എല്ലാ കേസുകളും നമ്മൾ കെട്ടിച്ചമച്ചതാണ്. അയാൾ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം നമ്മൾ തന്നെ കൃത്രിമമായി സൃഷ്ടിച്ചതാണ്. അത് സമ്മതിപ്പിക്കുന്നു എന്ന് ജെയിൻ യുവതിയോട് നിർബന്ധിച്ചു. കേസുകൾ പിൻവലിക്കണമെന്നും അതിനുശേഷം തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഭർത്താവ് ആവശ്യപ്പെട്ടു. ഇതിന് കാരണം സ്വത്തുക്കളിൽ യുവതിക്ക് അവകാശം ലഭിക്കുമെന്ന ഭയമായിരുന്നു. സ്വത്തിനെല്ലാം അവകാശി നീയാണ്, അതുകൊണ്ട് നീയും നിന്റെ നശിച്ച മക്കളും ഇതിന് അവകാശമായിട്ട് ഇരിക്കാനും പാടില്ല എന്ന് ഭർത്താവ് ആക്രോശിച്ചതായി രമ്യ പറയുന്നു. ഒന്നുകിൽ താൻ തൂങ്ങി മരിക്കണം, അല്ലെങ്കിൽ 4 പേരും കൂടി ആത്മഹത്യ ചെയ്യണം. അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും രമ്യയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഈ ഭീഷണിയിൽ ഭയന്നാണ് യുവതി മുൻപുള്ള കേസുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിതയായത്. മുൻപും സമാനമായി ഭർത്താവ് തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. കൈ പൊള്ളിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഖത്തറിലായിരുന്നതിനാൽ ഇറങ്ങി ഓടാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. നാട്ടിൽ വന്നിട്ട് 4 വർഷമായി. ഇക്കാലയളവിൽ ഇയാളുടെ രീതികൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ലെന്നും യുവതി പറയുന്നു. 3 തവണ കേസ് കൊടുത്തപ്പോഴും ഒരു തവണ കൈയും കാലും പിടിച്ച് കരഞ്ഞ് നാടകം കളിച്ചപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. മക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് പലപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്ന് രമ്യ പറയുന്നു. ഒരു അമ്മയെന്ന നിലയിൽ മക്കളുടെ ജീവനാണ് താൻ പ്രഥമ പരിഗണന നൽകിയതെന്നും അതുകൊണ്ടാണ് പീഡനം തുടർന്നും സഹിക്കേണ്ടി വന്നതെന്നും അവർ വേദനയോടെ പറയുന്നു. രമ്യ മോഹന്റെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മർദ്ദനത്തിന്റെ ആഘാതത്തിൽ യുവതിയുടെ പല ഭാഗങ്ങളിലും ചതവുകളും മുറിവുകളും സംഭവിച്ചു. ഭർത്താവിന്റെ ക്രൂരമായ ആക്രമണത്തിൽ യുവതിയുടെ ആന്തരികാവയവങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ടോ എന്ന് പരിശോധനകൾക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. സംഭവത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രമ്യ മോഹൻ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ജെയിൻ ശ്രീധരനെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രതി ഒളിവിലാണെന്നും ഇയാൾക്ക് വേണ്ടി ശക്തമായ തിരച്ചിൽ നടത്തുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഇയാൾ ഉടൻ തന്നെ നിയമത്തിന്റെ മുന്നിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്.